നമസ്കാരം. വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ബഹിരാകാശ മേഖലയ്ക്ക് പൊൻതൂവൽ വിക്രം 1 വിജയകരം. പ്രധാന തലക്കെട്ടുകൾ. 2, 1, 0. And we have liftoff of Vikram 1, India's first private orbital launch vehicle. And we have great views coming from the tracking cameras. ചരിത്രം കുറിച്ച ഇന്ത്യ ആദ്യ ഇന്ത്യൻ സ്വകാര്യ ബഹിരാകാശ റോക്കറ്റ് വിക്രം 1ന്റെ വിക്ഷേപണം വിജയകരം. റോക്കറ്റ് വികസിപ്പിച്ച സ്കൈ റൂട്ട് എയ്റോസ്പേസിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി. KSUവിന്റെ വൈകാരികതയെ ഉൾക്കൊള്ളുന്ന മുഴുവൻ നേതാക്കളും തന്നെ പിന്തുണയ്ക്കുമെന്നും ഉടൻ മുഖ്യമന്ത്രിയെ കാണുമെന്നും സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ. ആരുടെ മുന്നിലും നിലപാടുകൾ വ്യക്തമാക്കാനുള്ള ആർജവം തുടരണമെന്ന് VM സുധീരന്റെ ഉപദേശം. KSUക്കാർ അഭിപ്രായം പറയുന്നതിൽ തെറ്റില്ലെന്നും പറയുന്നതിന് രീതികളുണ്ടെന്നും രമേശ് ചെന്നിത്തല. നിയമന ക്രമക്കേട് കേസിലൊടുവിൽ വഴങ്ങി PSC. ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ട രേഖകൾ കൈമാറി. നൽകിയത് ചോദ്യപേപ്പർ, ഉത്തരക്കടലാസ്, OSM രേഖകൾ. അഭിമുഖം നടത്തിയവരുടെ പട്ടികയും ഉൾപ്പെടുന്നു. വിഴിഞ്ഞം ഗേറ്റ് വേ തുറക്കുന്നു. ഓഗസ്റ്റ് 18-ന് കരമാർഗം ചരക്കുനീക്കം തുടങ്ങും. ചരക്കുനീക്കത്തിന് ദേശീയപാത അതോറിറ്റിയുടെ അനുമതി. തീയതി സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. തുടർച്ചയായ 7ാം ദിവസവും ഇറാനിൽ അമേരിക്കയുടെ വ്യോമാക്രമണം. കനത്ത നാശം. കുവൈറ്റിലെയും ജോർദാനിലെയും ബഹ്റൈനിലെയും അമേരിക്കൻ സൈനിക ബേസുകളിലേക്ക് തിരിച്ചടിച്ച ഇറാൻ. യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ അമേരിക്കയ്ക്ക് ആതിഥ്യം വഹിക്കുന്ന രാജ്യങ്ങളെ ഇല്ലാതാക്കുമെന്ന് മുന്നറിയിപ്പ്. ഹോർമുസിൽ തായ് കപ്പലിനു നേരെ ഇറാന്റെ ആക്രമണം. ഫിഫ ലോകകപ്പിലെ 3ാം സ്ഥാനത്തിലുള്ള മത്സരം നാളെ പുലർച്ചെ 2:30-ക്ക് ഫ്രാൻസ് ഇംഗ്ലണ്ടിനെ നേരിടും. ലോകകപ്പ് കിരീടത്തിൽ ആര് മുത്തമിടുമെന്ന് നാളെ അറിയാം. അർജന്റീന സ്പെയിൻ പോരാട്ടം ഞായറാഴ്ച രാത്രി 12:30-ക്ക്. ഫൈനൽ സമയത്ത് വൈദ്യുതി തടസ്സപ്പെടില്ലെന്ന് KCB ചെയർമാൻ MG രാജമാണിക്യം. KSUവിന്റെ ആശങ്കകൾ KPCCയെ അറിയിച്ചതായി സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ. ഉന്നയിച്ച വിഷയം അവിടെ തന്നെ നിലനിൽക്കുകയാണ്. ഈ വിഷയം കേരളത്തിന്റെ മുഖ്യമന്ത്രി കാണാതെ പോകില്ല. KSUവിന്റെ വൈകാരികതയെ ഉൾക്കൊള്ളുന്ന മുഴുവൻ നേതാക്കളും തന്നെ പിന്തുണയ്ക്കും. ഉടൻ മുഖ്യമന്ത്രിയെ കാണുമെന്നും അലോഷ്യസ് സേവ്യർ പറഞ്ഞു. അദ്ദേഹവുമായി നിരന്തരം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസുമായി ഞങ്ങൾ നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ പാർട്ടിയും ഈ വിഷയത്തിൽ, ഞാൻ ഇന്നലെ സൂചിപ്പിച്ചല്ലോ, അദ്ദേഹം KSUക്കാരുടെയോ കോൺഗ്രസ് പാർട്ടിയുടെ മാത്രം മുഖ്യമന്ത്രിയല്ല, കേരളത്തിലെ മുഴുവൻ പൊതുസമൂഹത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ വലിയ രീതിയിലേക്കുള്ള തിരക്കുകളുണ്ട്. ആ തിരക്കുകളെ ഞങ്ങൾ മാനിക്കുന്നു. ഞങ്ങൾ അദ്ദേഹവുമായി സംസാരിക്കാനുള്ള ഒരു അവസരം നിങ്ങൾ നൽകൂ. അത് സംസാരിച്ചതിന് ശേഷം ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ, ഒരു പ്രതികരണവും ഇതുമായി ബന്ധപ്പെട്ട് ഇനി നടത്താൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഒരു വരി പോലും. KSU പ്രവർത്തകരെ കൊണ്ട് KC വേണുഗോപാൽ ചുടുചോറ് വാരിപ്പിക്കുന്നു എന്നുള്ള പ്രതികരണമൊക്കെ പല ഭാഗത്തും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ KC വേണുഗോപാൽ KSUക്കാരെ കൊണ്ട് ഇത്തരത്തിൽ ചുടുചോറ് വാരിപ്പിക്കുകയാണോ? എന്തെങ്കിലും KSU എന്ന് പറയുന്നത്, ഞാൻ ഇന്നലെയും പറഞ്ഞു, KSU എന്ന് പറയുന്നത് സ്വതന്ത്രമായ നിലപാടുകൾ പറയാൻ, അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുള്ള പ്രസ്ഥാനമാണ്. അത് 1957 മുതൽ 2026 വരെ അത്തരത്തിലാണ് ഞങ്ങളുടെ പ്രവർത്തന ശൈലി. അത് പ്രതിപക്ഷമെന്നോ ഭരണപക്ഷമെന്നോ യാതൊരു വ്യത്യാസമില്ലാതെ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം ഈ പാർട്ടി നൽകുന്നുണ്ട്. അഭിപ്രായം പറയുന്ന കാര്യത്തിൽ അത് ഗ്രൂപ്പിൻ്റെ വാലിൽ കൊണ്ടുവന്ന് കെട്ടുന്നത് ശരിയായിട്ടുള്ള നിലപാടല്ല എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇതിൽ ആരുടെ മുന്നിലും നിലപാടുകൾ വ്യക്തമാക്കാനുള്ള ആർജവം തുടരണമെന്ന് KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യറെ ഉപദേശിച്ച VM സുധീരൻ. ഗവൺമെന്റ് പ്ലീഡർ നിയമനത്തിൽ KSU മുഖ്യമന്ത്രി തർക്കത്തിന്റെ പേരിൽ അലോഷ്യസ് സേവ്യറെ VD സതീശൻ അവഗണിച്ച് കടന്നുപോയ സാഹചര്യത്തിലാണ് VM സുധീരന്റെ ഉപദേശം. KPCCയിൽ നടന്ന ഉമ്മൻചാണ്ടി അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അലോഷ്യസ് സേവ്യർ ഇവിടെ KSUവിനെ നയിക്കുന്നു. ആരുടെ മുമ്പിലും നിലപാടുകൾ വ്യക്തമാക്കാനുള്ള ആർജവം, അതാണ് കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആ ആർജവമായി തുടർന്നു പോവുക. ഇടയ്ക്ക് ചില പ്രയാസങ്ങളൊക്കെ വരും, അതൊന്നും അത്ര ഗൗരവമായി എടുക്കരുത്. അതൊന്നും ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ചർച്ചാ വിഷയമേ അല്ല. അതൊക്കെ സ്വാഭാവികമാണ്, അതിൻ്റെ പ്രവർത്തന രീതി മാത്രമാണ്. പക്ഷേ ക്ഷമാപൂർവ്വം കാര്യങ്ങൾ ശ്രമിക്കുക, പരിഹാരമുണ്ടാകാൻ ശ്രമിക്കുക. പരിഹാരമുണ്ടായില്ലെങ്കിൽ ക്ഷമാപൂർവ്വം അത് ഉൾക്കൊള്ളുക.
KSUവിന് മുന്നറിയിപ്പുമായി റവന്യൂ മന്ത്രി AP അനിൽകുമാർ. KSU പരിധി വിട്ടു പോകരുതെന്ന മന്ത്രി. KSUവിന് അവരുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം. അത് പരിഗണിക്കേണ്ടതാണെങ്കിൽ പരിഗണിക്കും, അല്ലാത്തത് തള്ളും. എല്ലാ കാലത്തും UDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അവർ അവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാറുണ്ട്. പക്ഷേ ആ അഭിപ്രായങ്ങൾ പറയേണ്ടിടത്ത് പറയണമെന്നും മന്ത്രി തൃശ്ശൂരിൽ പറഞ്ഞു. KSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും സ്വഭാവം സംഘടനാപരമായിട്ട് ഞങ്ങളൊക്കെ ആ രംഗത്ത് പ്രവർത്തിച്ചു വന്നതാണ്. ഗവൺമെൻറ്റുകൾ UDFൻ്റെ ഗവൺമെൻറ്റും കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ് ആണെങ്കിൽ പോലും അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ, ആ അഭിപ്രായ വ്യത്യാസം ശരിയാണോ തെറ്റാണോ രണ്ടാമത്തെ കാര്യം, ആ അഭിപ്രായ വ്യത്യാസം തോന്നിക്കഴിഞ്ഞാൽ ആ കാലഘട്ടങ്ങളിലൊക്കെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് വളരെ വ്യക്തമായ രീതിയിൽ മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ശ്രീ G. കാർത്തികേയൻ പ്രസിഡൻ്റായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ കേരളം മുഴുവൻ ചർച്ച ചെയ്തതാണ്. അപ്പോൾ ഗവൺമെൻറ് UDF ഗവൺമെൻറ് ആണെങ്കിൽ യൂത്ത് കോൺഗ്രസും KSU ഒക്കെ അഭിപ്രായം പറയും. ആ അഭിപ്രായം ഉൾക്കൊള്ളേണ്ടത് ഉൾക്കൊള്ളും. മറ്റൊരു യോഗത്തിൽ പങ്കെടുക്കേണ്ടതിനാലാണ് ഇന്നലെ നടന്ന പരിപാടിയിൽ നിന്ന് മുഖ്യമന്ത്രി വേഗത്തിൽ പോയതെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. സ്റ്റേജിൽ നിന്ന് അലോഷ്യസ് സേവ്യറെ കണ്ടില്ലെന്നും താൻ മുഖ്യമന്ത്രിയുമായി സംസാരിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. ഇല്ല, ഞാൻ മനസ്സിലാക്കി അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. മുഖ്യമന്ത്രി ആ ചടങ്ങ് കഴിഞ്ഞ് വേഗത്തിൽ അദ്ദേഹം മറ്റൊരു പരിപാടിക്ക് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഒരു ഓൺലൈൻ മീറ്റിങ്ങിലേക്ക് മുഖ്യമന്ത്രി വളരെ പെട്ടെന്ന് പോയി. അദ്ദേഹം KSU പ്രസിഡന്റിനെ കണ്ടില്ല, പുറകിലാണ് ഉണ്ടായിരുന്നെന്നാണ് എന്നോട് മുഖ്യമന്ത്രി സംസാരിച്ചത്. നമുക്ക് ആലോചിക്കാം, ഉണ്ടാകുന്നതിന് എന്താ പ്രയാസം? ഒരു വിവാദമാക്കേണ്ട വിഷയമല്ല, ഒരു വിവാദമാക്കേണ്ട ആവശ്യമില്ല. വിവരങ്ങളുമായി രജിത്ത് ചേരുകയാണ്. രജിത്ത്, വിവാദമാക്കേണ്ട വിഷയമല്ല എന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറയുമ്പോഴും ഇന്നിപ്പോൾ മുതിർന്ന നേതാക്കളുടെ അടക്കം അലോഷ്യസ് സേവ്യറിൻ്റെ അടക്കം പ്രതികരണങ്ങൾ പുറത്തു വന്നു. തൻ്റെ നിലപാടുകൾ വൈകാരികമാണ്, കൃത്യമാണ്, അതിന് കോൺഗ്രസിൻ്റെ പൂർണ്ണ പിന്തുണ കിട്ടുമെന്ന ഉറച്ച ആത്മവിശ്വാസം അലോഷ്യസ് സേവ്യർ പറയുന്നുണ്ട്. ഒപ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള വിശദീകരണം അടക്കം പുറത്തു വരുന്നുണ്ട്. കോൺഗ്രസ് കൃത്യമായും ഈ ഒരു വിഷയത്തിൽ ഈ ഒരു വിവാദത്തിൽ തർക്കത്തിലൊക്കെ രണ്ട് തട്ടിലായി നിൽക്കുന്നു എന്ന സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത്. തീർച്ചയായും കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഇക്കാര്യത്തിൽ രണ്ടഭിപ്രായമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. KPCC അധ്യക്ഷനെ കണ്ട് അലോഷ്യസ് സേവ്യർ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നോടുണ്ടായ പെരുമാറ്റമടക്കം അദ്ദേഹം ഇന്നും KPCC അധ്യക്ഷനെ നേരിൽ കണ്ട് കാര്യങ്ങൾ പറയുകയും ചെയ്തു. ഇക്കാര്യത്തിൽ KPCC അധ്യക്ഷൻ ഇടപെടാമെന്ന ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് തങ്ങളെ കേൾക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്ത് തന്നെയായാലും ഇത് ഒരു KSU മുഖ്യമന്ത്രി പോരായി മുന്നോട്ട് കൊണ്ടുപോകുന്നുവെന്ന് പോകാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഇത് ഒരു ഗ്രൂപ്പിന്റെ പ്രശ്നമാക്കി കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ശരിയായ രീതിയല്ല. എപ്പോഴും KSU സർക്കാരിനോടുള്ള അഭിപ്രായങ്ങൾ തുറന്നു തന്നെ പറഞ്ഞിട്ടുള്ള കരുത്തുള്ള ഒരു സംഘടനയാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. അതുകൊണ്ട് തന്നെ KSUവിന്റെ വൈകാരികതയെ ഉൾക്കൊള്ളുന്ന മുഴുവൻ നേതാക്കളും തങ്ങൾക്ക് പിന്തുണ നൽകിയിട്ടുണ്ട്, പിന്തുണ നൽകും എന്ന കാര്യം അദ്ദേഹം പറയുന്നത്. എന്ത് തന്നെയായാലും ഉടൻ തന്നെ മുഖ്യമന്ത്രിയെ കാണുന്നതിനുള്ള ശ്രമം തന്റെ ഭാഗത്തു നിന്നുണ്ടാവും, അത് തുടർന്നുകൊണ്ടേയിരിക്കും എന്നാണ് അലോഷ്യസ് സേവ്യർ ഇന്ന് വ്യക്തമാക്കിയത്. രജിത്താണ് വിവരങ്ങളുമായി ചേർന്നത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 3ാം ചരമവാർഷിക ദിനമായി ഇന്ന് രാവിലെ പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ വലിയ കുർബാനയും കല്ലറയിൽ പ്രത്യേക ധൂപ പ്രാർത്ഥനയും അനുസ്മരണ ചടങ്ങുകളും നടന്നു. മന്ത്രിമാരായ PC വിഷ്ണുനാഥ്, മോൻസ് ജോസഫ്, ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ, ഫ്രാൻസിസ് ജോർജ്, ബെന്നി ബെഹനാൻ, ജ്യോതികുമാർ ചാമക്കാല MLA തുടങ്ങി നിരവധി നേതാക്കൾ രാവിലെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ എത്തി പുഷ്പാർച്ചന നടത്തി. PSC നിയമന ക്രമക്കേടിൽ ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ട രേഖകൾ കൈമാറി കമ്മീഷൻ. ഇന്നലെ വൈകിട്ടാണ് രേഖകൾ കൈമാറിയത്. അതേ വിവരാവകാശ പ്രകാരം ഉദ്യോഗാർത്ഥികൾക്ക് രേഖ കൈമാറില്ലെന്ന ആരോപണത്തിൽ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാനാണ് PSCയുടെ തീരുമാനം. PSC നിയമന ക്രമക്കേടിൽ നടക്കുന്ന ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിനായാണ് PSC രേഖകൾ കൈമാറിയത്. ഇന്നലെ വൈകിട്ട് PSC നിയോഗിച്ച സമിതി രേഖകൾ അന്വേഷണ സംഘത്തിന് നൽകുകയായിരുന്നു. ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ട ചോദ്യപേപ്പർ, ഉത്തരക്കടലാസ്, ഇന്റർവ്യൂ ലിസ്റ്റ്, ഓൺ സ്ക്രീൻ മാർക്കിംഗ് റെക്കോർഡ് എന്നിവയാണ് നൽകിയത്. എന്നാൽ ചോദ്യപേപ്പർ തയ്യാറാക്കിയവരുടെ പട്ടിക അന്വേഷണ സംഘം ചോദിച്ചിരുന്നില്ല. വരും ദിവസങ്ങളിൽ PSCയുമായി ബന്ധപ്പെട്ടവരെ IG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം ചോദ്യം ചെയ്യും. ബോർഡ് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ എന്നിവരിൽ ആരെയൊക്കെ ചോദ്യം ചെയ്യലിന് വിളിക്കണമെന്ന് SIT തീരുമാനിക്കും. രേഖകളും മൊഴികളും പരിശോധിച്ച് ക്രമക്കേടിന് പ്രഥമദൃഷ്ട്യാ തെളിവ് ലഭിച്ചാൽ FIR രജിസ്റ്റർ ചെയ്യാനാണ് തീരുമാനം. അതേസമയം വിവരാവകാശ പ്രകാരം ഉദ്യോഗാർത്ഥികൾക്ക് രേഖകൾ നൽകില്ലെന്ന് PSC നേരത്തെ മറുപടി നൽകിയിരുന്നു.
രേഖകൾ നൽകണമെന്ന വിവരാവകാശ കമ്മീഷൻ ഉത്തരവിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാനാണ് PSC തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഡൽഹിയിൽ ജന്തർ മന്ദറിൽ അനിശ്ചിതകാല നിരാഹാര സമരം നടത്തിയിരുന്ന ആക്ടിവിസ്റ്റ് സോനം വാങ്ചുക്കിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റി. അദ്ദേഹത്തിന്റെ ആരോഗ്യനില മോശമാണെന്ന് ഡോക്ടർമാർ റിപ്പോർട്ട് ചെയ്തിരുന്നു. സമരക്കാരോടും പോലീസ് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടത് വാക് തർക്കത്തിന് കാരണമായി. സമരം അവസാനിപ്പിക്കില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നും കോക്രോച്ച് പാർട്ടി നേതാവ് അഭിജിത്ത് ദീപ്കെ ആവശ്യപ്പെട്ടു. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് CJP ജന്തർ മന്ദിറിൽ നടത്തുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി കഴിഞ്ഞ 20 ദിവസമായി സോനം വാങ്ചുക് നിരാഹാര സമരത്തിലായിരുന്നു. ഇന്ന് പുലർച്ചെയാണ് പോലീസ് ഡോക്ടർമാരുമായി എത്തി സോനം വാങ്ചുക്കിനെ കസ്റ്റഡിയിലെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റിയത്. തടയാൻ ശ്രമിച്ച വിദ്യാർത്ഥികളെയും കസ്റ്റഡിയിലെടുത്തത് വാക്കുതർക്കത്തിന് കാരണമായി. സോനം വാങ്ചുക്കിന്റെ ആരോഗ്യനില മോശമാണെന്ന് കഴിഞ്ഞ ദിവസം ഡോക്ടർമാർ റിപ്പോർട്ട് നൽകിയിരുന്നു. അദ്ദേഹത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കണമെന്ന ഡൽഹി ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്ന് പോലീസ് വിശദീകരിച്ചു. സഫ്ദർജംഗ് ആശുപത്രിയിലേക്ക് മാറ്റിയ സോനം വാങ്ചുക്കിനെ ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം പരിശോധിക്കുന്നുണ്ടെന്നും പോലീസ് അറിയിച്ചു. അതേസമയം പോലീസിനെ ഉപയോഗിച്ച് സമരം അടിച്ചമർത്താനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് കോക്രോച്ച് ജനതാ പാർട്ടി നേതാവ് അഭിജിത്ത് ദീപ്കെ പ്രതികരിച്ചു. ജന്തർ മന്ദിറിലെ സമരം അവസാനിപ്പിക്കില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനും നരേന്ദ്രമോദിയും രാജിവെക്കണമെന്നും അഭിജിത്ത് ആവശ്യപ്പെട്ടു. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടായിരുന്നു ജന്തർ മന്ദിറിൽ CJP സമരം ആരംഭിച്ചത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം തിങ്കളാഴ്ച ആരംഭിക്കാനിരിക്കെ പ്രതിഷേധം ശക്തമാക്കാനൊരുങ്ങി പ്രതിപക്ഷം. അയോധ്യ സംഭാവന ക്രമക്കേട്, ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പ്രതിപക്ഷം ആയുധമാക്കും. വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടി പ്രതിരോധിക്കാനാണ് NDA നയരൂപീകരണ യോഗത്തിലെ തീരുമാനം. സഭാ സമ്മേളനത്തിന് മുൻപായി സർവകക്ഷി യോഗം നാളെ നടക്കും. വർഷകാല സമ്മേളനം ആരംഭിക്കാനിരിക്കെ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച, അയോധ്യ സംഭാവന ക്രമക്കേട്, വിലക്കയറ്റം തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തി പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധിക്കാനാണ് പ്രതിപക്ഷ നീക്കം. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയും പ്രതിപക്ഷം ആവശ്യപ്പെടും. വികസന പദ്ധതികളും സർക്കാരിന്റെ നേട്ടങ്ങളും ചൂണ്ടിക്കാട്ടി പ്രതിരോധം തീർക്കാനാകും ഭരണപക്ഷത്തിന്റെ ശ്രമം. സഭയ്ക്കകത്തെ നയങ്ങൾ ചർച്ച ചെയ്യാനായി ചേർന്ന NDA കക്ഷി നേതാക്കളുടെയും മുതിർന്ന കേന്ദ്രമന്ത്രിമാരുടെയും യോഗം ഇക്കാര്യം ചർച്ച ചെയ്തു. FCRA നിയമ ഭേദഗതി ഉൾപ്പെടെ 7 ബില്ലുകൾ ഈ സമ്മേളനത്തിൽ അവതരിപ്പിക്കും. വന്ദേമാതരത്തെ അപമാനിച്ചാൽ കടുത്ത ശിക്ഷ നൽകുന്ന ബിൽ, ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ, ഇൻകം ടാക്സ് ഭേദഗതി ബിൽ, ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ ബിൽ എന്നിവയാണ് ലോക്സഭാ സെക്രട്ടേറിയറ്റ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലിന് അന്തിമ രൂപം നൽകുന്നുണ്ടെങ്കിലും ഈ സമ്മേളന കാലയളവിൽ അവതരിപ്പിക്കുമോ എന്നതിൽ വ്യക്തതയില്ല. തൃണമൂൽ കോൺഗ്രസ്, ആം ആദ്മി, NCP, ശരത് പവാർ വിഭാഗം പാർട്ടികളിൽ നിന്ന് MPമാർ BJP നേതൃത്വം നൽകുന്ന NDAയുടെ ഭാഗമായതിനു ശേഷം നടക്കുന്ന ആദ്യ പാർലമെന്റ് സമ്മേളനമാണിത്. പ്രത്യേക ഇരിപ്പിടം അനുവദിക്കണമെന്ന് തൃണമൂൽ വിട്ട MPമാരും DMKയും സ്പീക്കർക്ക് കത്ത് നൽകിയിരുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ബഹിരാകാശ ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ച ഇന്ത്യ. രാജ്യത്തെ ആദ്യ സ്വകാര്യ ബഹിരാകാശ റോക്കറ്റ് വിക്രം 1 വിക്ഷേപിച്ചു. ISROയുടെ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ 1ാം ലോഞ്ച് പാഡിൽ നിന്നാണ് വിക്ഷേപിച്ചത്. ദൗത്യത്തിൽ എല്ലാവരെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദനം അറിയിച്ചു. 3, 2, 1, 0. And we have liftoff of Vikram 1, India's first private orbital launch vehicle. ഇന്ത്യൻ ബഹിരാകാശ രംഗത്ത് പുതിയ ചരിത്രം കുറിച്ചുകൊണ്ടാണ് രാജ്യത്തെ ആദ്യ സ്വകാര്യ ഓർബിറ്റൽ ക്ലാസ് റോക്കറ്റായ വിക്രം 1 വിജയകരമായി വിക്ഷേപിച്ചത്. ആഗോള ഉപഗ്രഹ വിക്ഷേപണ രംഗത്ത് ഇന്ത്യൻ സ്വകാര്യ മേഖലയുടെ സാന്നിധ്യം ഉറപ്പിച്ച് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് 12:05 റോക്കറ്റ് പറന്നുയർന്നത്. വിക്ഷേപണത്തിന് തൊട്ടു മുൻപുണ്ടായ സാങ്കേതിക പരിശോധനകളെ തുടർന്ന് 20 മിനിറ്റോളം കാലതാമസം നേരിട്ടെങ്കിലും കൗണ്ട് ഡൗൺ പൂർത്തിയായതോടെ വിക്രം 1 ആകാശത്തേക്ക് കുതിച്ചുയർന്നു. റോക്കറ്റിന്റെ എല്ലാ ഘട്ടങ്ങളും കൃത്യമായ സമയത്ത് വേർപെടുകയും മുൻകൂട്ടി നിശ്ചയിച്ച പാതയിലൂടെ സുഗമമായി സഞ്ചരിക്കുകയും ചെയ്തു. ഇന്ത്യൻ സ്വകാര്യ ബഹിരാകാശ മേഖലയുടെ സുവർണ അധ്യായത്തിനാണ് ഇതോടെ തുടക്കമായിരിക്കുന്നത്. ഹൈദരാബാദ് ആസ്ഥാനമായ സ്കൈ റൂട്ട് എയ്റോസ്പേസ് എന്ന സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് റോക്കറ്റ് വികസിപ്പിച്ചത്. മുൻ ISRO ശാസ്ത്രജ്ഞരായ പവൻ കുമാർ ചന്ദ്രയും നാഗ ഭരത് ദാക്കിയും ചേർന്ന് 2018 സ്കൈ റൂട്ട് എയ്റോസ്പേസ് സ്ഥാപിച്ചത്. 7 നില കെട്ടിടത്തിന്റെ ഉയരമുള്ള വിക്രം 1 പൂർണ്ണമായും കാർബൺ കോമ്പോസിറ്റ്
മെറ്റീരിയൽ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. കുറഞ്ഞ ഭാരമുള്ള ഓർബിറ്റൽ ക്ലാസ് റോക്കറ്റായ ഇതിന് 350 കിലോഗ്രാം വരെയുള്ള ഉപഗ്രഹങ്ങളെ ഭൂമിയുടെ താഴത്തെ ഭ്രമണപഥത്തിലെത്തിക്കാൻ ശേഷിയുണ്ട്. ഗ്രാഹ സ്പേസ്, കോസ്മോസർവ്, ഡിക്യൂപ്ഡ് എന്നിവയുടെ വിവിധ സാങ്കേതിക വിദ്യാ പ്രദർശന പേലോഡുകളും സ്കൈ റൂട്ടിന്റെ സ്വന്തം സ്കോപ്പ് പേലോഡും ഈ റോക്കറ്റ് വഹിച്ചു. ഇന്ത്യയുടെ വാണിജ്യ ബഹിരാകാശ വ്യവസായ രംഗത്തിന് ഈ വിജയം വലിയ മുതൽക്കൂട്ടാകും. സ്വകാര്യ കമ്പനികൾക്ക് ഇന്ത്യൻ മണ്ണിൽ നിന്ന് ഓർബിറ്റൽ ക്ലാസ് റോക്കറ്റുകൾ നിർമ്മിക്കാനും വിക്ഷേപിക്കാനുമുള്ള കഴിവാണ് ഇതോടെ തെളിയിക്കപ്പെട്ടത്. വർഷങ്ങൾ നീണ്ട കഠിനമായ എഞ്ചിനീയറിംഗ് പരീക്ഷണങ്ങളുടെയും ശാസ്ത്രജ്ഞരുടെ കഠിനാധ്വാനത്തിന്റെയും ഫലമാണ് മിഷൻ ആഗമൻ എന്ന് നാമകരണം ചെയ്ത ഈ ചരിത്ര ദൗത്യം. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധിക്ക് താൽക്കാലിക പരിഹാരമാകുന്നു 200 മെഗാവാട്ട് സോളാർ വൈദ്യുതി വാങ്ങാൻ KSEBക്ക് അനുമതി. 24 മണിക്കൂറും വൈദ്യുതി വാങ്ങാനുള്ള അനുമതിയാണ്. വിവരങ്ങളുമായി രജിത് കുമാർ ചേരുകയാണ്. രജിത്, 200 മെഗാവാട്ട് സോളാർ വൈദ്യുതി വാങ്ങാനുള്ള അനുമതി, അതും 24 മണിക്കൂർ വൈദ്യുതി വാങ്ങാനുള്ള അനുമതി എന്നൊക്കെ പറയുമ്പോൾ നിലവിൽ സംസ്ഥാനം നേരിടുന്ന ആ പ്രതിസന്ധിക്ക് ഒരു പരിഹാരമാകുമോ? സ്വപ്ന, ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധിക്ക്, വൈദ്യുതി പ്രതിസന്ധിക്ക് ഇതൊരു പരിഹാരമല്ല എങ്കിൽ തന്നെയും താൽക്കാലിക പരിഹാരം എന്ന് നമുക്കിതിനെ പറയാൻ കഴിയും. കാരണം 500 മെഗാവാട്ട് വൈദ്യുതിക്ക് മുകളിലാണ് ഒരു ദിവസത്തെ ഉപഭോഗം ഉള്ളത്. കൂടുതൽ ഉപഭോഗമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ 200 മെഗാവാട്ടിൻ്റെ വൈദ്യുതി കൂടി, അത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന്, അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സോളാർ വൈദ്യുതിയാണ് വാങ്ങുന്നത്. 5.96 രൂപയ്ക്കാണ് ഈ വൈദ്യുതി വാങ്ങാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. അത് ഈ വർഷം മുഴുവൻ വാങ്ങുന്നതിനുള്ള അനുമതിയാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരു താൽക്കാലിക പരിഹാരം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. അല്ലാതെ തന്നെ വൈദ്യുതി നിയന്ത്രണം തുടരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ സംസ്ഥാനത്തുള്ളത്. വൈകിട്ട് 7 മുതൽ 10 വരെ വൈദ്യുതി നിയന്ത്രണം കടുത്ത രീതിയിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡാമുകളിലടക്കം വെള്ളത്തിൻ്റെ അളവ് വളരെ കുറവാണ്, 20% താഴെയാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിന് ആവശ്യമായ വൈദ്യുതി മുഴുവനും ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ വൈദ്യുതി വാങ്ങുന്ന വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ട് ഒരു താൽക്കാലിക പരിഹാരത്തിലേക്ക് കടക്കാം എന്ന ഒരു കണക്കുകൂട്ടലാണ് ഇപ്പോൾ KSEBക്കുള്ളത്. കൂടുതൽ കരാറുകളിലേക്ക് പോകാൻ അനുമതി നൽകണമെന്ന ആവശ്യം കൂടി വെച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷമാണ് റെഗുലേറ്ററി ബോർഡ് യോഗം ചേരുന്നത്. ആ യോഗത്തിൽ ഇത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങളിലേക്ക് പോകും. എന്തു തന്നെയായാലും അടിയന്തര സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ 200 മെഗാവാട്ട് വൈദ്യുതി വാങ്ങുന്നതിന് KSEBക്ക് ഈ റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകിയിരിക്കുന്നത്. 200 മെഗാവാട്ട് സോളാർ വൈദ്യുതി എന്ന് പറയുമ്പോൾ അതും 24 മണിക്കൂറും വൈദ്യുതി വാങ്ങാനുള്ള അനുമതി എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഇത് എത്രത്തോളം സംസ്ഥാനത്തെ നിലവിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് താങ്ങാകുമെന്നാണ് കണ്ടറിയേണ്ടത്. പക്ഷേ കാലവർഷം ഇനിയും ഇത്തരത്തിൽ ചുരുങ്ങുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ രീതിയിൽ തുടരുകയാണെങ്കിൽ ഒരുപക്ഷെ വീണ്ടും ഈ ഒരു വൈദ്യുതി പ്രതിസന്ധി നീളാനുള്ള സാധ്യതയും ചൂണ്ടിക്കാട്ടുന്നു രജത്. തുടർച്ചയായ 7ാം ദിവസവും ഇറാനെതിരെ കനത്ത വ്യോമാക്രമണം നടത്തിയ അമേരിക്ക ജനവാസ മേഖലകൾ ലക്ഷ്യമിട്ടാണ് ആക്രമണമെന്ന് ഇറാൻ ആരോപിച്ചു. ഇന്നലെ രാത്രി ഹോർമൂസ് കടലിടുക്കിൻ്റെ അതിർത്തിയിലുള്ള ഹോർമൂസ് ഗാൻ പ്രവിശ്യയിലുണ്ടായ ആക്രമണങ്ങളിൽ 3 പേർ കൊല്ലപ്പെട്ടു. അതിനിടെ അമേരിക്കയ്ക്ക് അന്ത്യശാസനവുമായി ഇറാൻ രംഗത്തെത്തി. യുദ്ധം ഉടൻ നിർത്തിയില്ലെങ്കിൽ സമ്പൂർണ്ണ നാശമെന്നാണ് മുന്നറിയിപ്പ് നൽകിയത്. ഇറാനിലെ ജനവാസ മേഖലകളിലേക്കും അടിസ്ഥാന സൗകര്യ സംവിധാനങ്ങളിലേക്കും ആക്രമണം തുടങ്ങിയതോടെയാണ് അമേരിക്കയ്ക്ക് ഇറാൻ മുന്നറിയിപ്പ് നൽകിയത്. 2-3 ദിവസത്തിനുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കണമെന്നും ഇല്ലെങ്കിൽ സമ്പൂർണ്ണ നശീകരണ ശൈലിയിലേക്ക് ഇറാൻ നീങ്ങുമെന്നും ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ IRGC അറിയിച്ചു. അതിനിടെ ഹോർമൂസ് മറികടക്കാൻ ശ്രമിക്കുന്ന കപ്പലുകൾ IRGC തടഞ്ഞിട്ടുണ്ട്. ഹോർമൂസിൽ തായ് കപ്പൽ ആക്രമിക്കുന്ന ദൃശ്യങ്ങളും ഇറാൻ പുറത്തുവിട്ടു. വഖഫ് ബോർഡ് വിഷയത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി സമസ്ത മുഖപത്രം സുപ്രഭാതം. BJP നേതാവിന്റെ ഹർജിയെ പിന്തുണച്ചത് ആരുടെ താൽപ്പര്യമെന്ന് മുഖപ്രസംഗം വിമർശിക്കുന്നു. സർക്കാർ നിലപാട് അമ്പരപ്പിക്കുന്നതും ആശങ്കപ്പെടുത്തുന്നതും എന്ന വിമർശനമുണ്ട്. വഖഫ് ബോർഡ് നിയമ ഭേദഗതിക്കെതിരെ സുപ്രീം കോടതിയിലെ ഹർജികൾ ചൂണ്ടിക്കാണിക്കാൻ തയ്യാറായില്ല. വാക്ക് പാലിക്കാനുള്ളതാണെന്ന് പറയുന്ന സർക്കാരിൻ്റേത് ഇരട്ടത്താപ്പാണെന്നും സമസ്ത വിമർശിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ ഉപനേതാവ് പദവി ആവശ്യത്തിൽ അയയാതെ CPI പദവി അർഹതപ്പെട്ടതെന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചോദിച്ചത്. കീഴ്വഴക്കങ്ങൾ പലതും മാറ്റപ്പെട്ടിട്ടുണ്ട്. വിഷയം അടഞ്ഞ അധ്യായമല്ലെന്നും ഇടതുമുന്നണി ചർച്ച ചെയ്യുമെന്നും CPI നേതാവ് P. പ്രസാദ് കണ്ണൂരിൽ പ്രതികരിച്ചു. ഇപ്പോൾ ഉപനേതാവ് പദവി ചോദിക്കാൻ പറ്റിയ സുവർണാവസരമാണോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് സുവർണാവസരം തന്നെയാണ് എന്നാണ് P. പ്രസാദ് നൽകിയ മറുപടി. ാണെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ബോധ്യമായി എന്ന് ചോദിച്ചില്ല എന്നുള്ളത് കൊണ്ട് എല്ലാ കാലത്തും കീഴ്വഴക്കങ്ങൾ നടക്കാൻ പറ്റുമോ? ആവശ്യമായ കാലഘട്ടങ്ങളിൽ ഓരോ കാലത്തിനനുസരിച്ചിട്ടും മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഭരണഘടനയിൽ പോലും മാറ്റങ്ങൾ ഉണ്ടാവുന്നില്ലേ, ഭേദഗതി ഉണ്ടാവുന്നില്ല. പ്രത്യേക കാരണമൊന്നുമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അർഹതയുള്ള ഒന്നാണ് അതെന്ന് തോന്നി. അന്യായമായതോ അനർഹമായതോ ആയ ഒരു കാര്യവും
കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവശ്യപ്പെട്ടിട്ടില്ല, ഉന്നയിച്ചിട്ടില്ല. ഇടുക്കി അയ്യപ്പൻകോവിൽ ചപ്പാത്തിൽ പെരിയാർ തീരത്ത് താമസിക്കുന്നവരെ ഒഴിപ്പിക്കുന്നതിന് നോട്ടീസ് നൽകാനുള്ള നടപടികൾ നിർത്തിവെക്കാൻ റവന്യൂ മന്ത്രിയുടെ നിർദ്ദേശം. പെരിയാർ തീരത്ത് 139 കുടുംബങ്ങൾക്കാണ് കളക്ടറുടെ ഉത്തരവനുസരിച്ച് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി നോട്ടീസ് നൽകാൻ തുടങ്ങിയത്. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിലെ ചപ്പാത്തിൽ പെരിയാർ തീരത്തുള്ളവരെ ഒഴിപ്പിക്കാൻ ദുരന്ത നിവാരണ നിയമപ്രകാരമാണ് ജില്ലാ കളക്ടർ ഉത്തരവിട്ടത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് നോട്ടീസ് നൽകാൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി നടപടികളും ആരംഭിച്ചു. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമുയർന്ന സാഹചര്യത്തിൽ പീരുമേടി MLA സിറിയക് തോമസ് പ്രശ്നത്തിൽ ഇടപെടുകയും റവന്യൂ മന്ത്രിയുമായി ചർച്ച നടത്തുകയും ചെയ്തു. തുടർന്നാണ് നടപടികൾ നിർത്തിവെക്കാൻ റവന്യൂ മന്ത്രി AP അനിൽകുമാർ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയത്. ഈ കാര്യങ്ങൾ ഒരു ചർച്ചകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ മാത്രമേ അത് മറ്റുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുള്ളൂ. എന്താണെങ്കിലും ഇവിടെ അർഹതപ്പെട്ടവർക്ക്, വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്നവർക്ക്, വീട് വെച്ചവർക്ക്, അതുപോലെ തന്നെ മറ്റുള്ള സാധാരണ ആളുകൾക്ക് യാതൊരു ഉപദ്രവം ഉണ്ടാകാതെ ഞങ്ങൾ നോക്കും. അങ്ങനെ ഒരു ഒഴിപ്പിക്കലോ അല്ലെങ്കിൽ മറ്റ് കെട്ടിടം പൊളിക്കുന്ന നടപടിയൊന്നും അനുവദിക്കത്തില്ല. അയ്യപ്പൻകോവിൽ ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രി, തദ്ദേശ വകുപ്പ് മന്ത്രി എന്നിവർക്കും നിവേദനങ്ങൾ നൽകി. കളക്ടറുടെ ഉത്തരവ് നടപ്പാക്കിയാൽ ജില്ലയിലെ ജലാശയങ്ങളുടെ പരിധിയിൽ താമസിക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങളെ ഒഴിപ്പിക്കേണ്ടി വരുമെന്നാണ് ആശങ്ക. അമൃത ന്യൂസ്, ഇടുക്കി. വിഴിഞ്ഞം ഗേറ്റ്വേ തുറക്കുന്നു. ഓഗസ്റ്റ് 18-ന് കരമാർഗം ചരക്കു നീക്കം തുടങ്ങും. ദേശീയപാതയിലൂടെയുള്ള ചരക്ക് നീക്കത്തിന് ദേശീയപാത അതോറിറ്റിയുടെ അനുമതി ലഭിച്ചു. തീയതി സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. അതിനിടെ വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ സർക്കാരിനെ കടന്നാക്രമിച്ച് CPI. ഉദ്യോഗസ്ഥർ അദാനിക്ക് വഴിവിട്ട സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം. ഫ്ലെക്സിൽ പട നയിച്ചവൻ കേരളം നയിക്കട്ടെ എന്നായിരുന്നു മുദ്രാവാക്യം. പക്ഷേ ബജറ്റിൽ പണം മുടക്കിയവൻ കേരളം ഭരിക്കട്ടെ എന്നതാണ് നയം. അദാനിയെ കേരളം ഭരിക്കാൻ സമ്മതിക്കില്ലെന്നും ശക്തമായി പ്രതിഷേധിക്കുമെന്നും CPI നേതാവ് P. പ്രസാദ് കണ്ണൂരിൽ പറഞ്ഞു. ഉദ്യോഗസ്ഥരെ മാറ്റുന്നതിനപ്പുറത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞതാണ് അതീവ ഗൗരവതരമായ കാര്യം. ചെറിയ പ്രശ്നങ്ങൾക്കപ്പുറത്തേക്ക് വലിയ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ നോക്കണം. ചെറിയ പ്രശ്നങ്ങളിലേക്ക് ശ്രദ്ധ പോയാൽ വലിയ പ്രശ്നങ്ങൾ കാണാതെ പോകുന്ന തരത്തിലേക്ക് എത്തും. എന്തുകൊണ്ടാണ് ഇവർ ഫിനാൻഷ്യൽ ക്ലോഷർ സ്റ്റേറ്റ്മെന്റിനകത്ത് എത്ര കോടി രൂപ ആണ് ഇവർ മുടക്കിയിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത്? അതിനൊക്കെ എത്രയോ ഗൗരവതരമായ കാര്യമാണ്. ബ്രേക്ക് വാട്ടർ സിസ്റ്റത്തിന്റെ പണി ശരിയാവണ്ണം പൂർത്തിയായിട്ടുണ്ടോ? എത്രമേൽ ഗൗരവതരമായ കാര്യമാണ്. കോഴിക്കോട് ജിമ്മിന്റെ മറവിൽ ലഹരി വിൽപ്പന നടത്തിയ 3 യുവാക്കളെ പോലീസ് പിടികൂടി. പയ്യാനക്കൽ റോഡിൽ പ്രവർത്തിക്കുന്ന ബാക്ക് ടു ഫിറ്റ് എന്ന ജിംനേഷ്യം കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന നടത്തിയ ബേപ്പൂർ സ്വദേശികളായ ജംഷീർ, ഇജാസ്, അർഷാദ് എന്നിവരാണ് പിടിയിലായത്. ഇന്ന് രാവിലെ ഡാൻസ് ഓഫ് സംഘവും പന്നിയങ്കര പോലീസും സംയുക്തമായി നടത്തിയ മിന്നൽ പരിശോധനയിലാണ് ഇവരെ പിടികൂടിയത്. ജിമ്മിന്റെ മറവിൽ വിപണനത്തിനായി സൂക്ഷിച്ചിരുന്ന 250 ഗ്രാം MDMA-യും 40 ഗ്രാം കഞ്ചാവും റെയ്ഡിൽ ഉദ്യോഗസ്ഥർ കണ്ടെടുത്തു. ലഹരിമരുന്നിന്റെ ഉറവിടത്തെക്കുറിച്ച് കൂടുതൽ ആളുകൾക്ക് ഇതിൽ പങ്കുണ്ടോ എന്നതിനെക്കുറിച്ചും പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആലപ്പുഴ വലിയ കലവൂരിൽ സമൂഹ മാധ്യമത്തിലൂടെ കഞ്ചാവ് വിൽക്കാൻ ശ്രമിച്ച യുവാവിനെ എക്സൈസ് സംഘം പിടികൂടി. എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡും ആലപ്പുഴ എക്സൈസ് സൈബർ സെല്ലും ചേർന്നാണ് ഗൗതം രതീഷിനെ പിടികൂടിയത്. ഇയാളിൽ നിന്ന് 19 ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തു. വലിയ കലവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപത്തു നിന്നാണ് പ്രതിയെ പിടികൂടിയത്. 1.5 വയസ്സുകാരന്റെ മരണത്തിൽ കുടുംബം ആശങ്ക അറിയിച്ചതായും വിഷയത്തിൽ ശരിയായ അന്വേഷണം അനിവാര്യമാണെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ആരോഗ്യമന്ത്രിയുമായി ചർച്ച ചെയ്ത് തീരുമാനത്തിലെത്തുമെന്നും അദ്ദേഹം കുഞ്ഞിന്റെ കുടുംബത്തിന് ഉറപ്പു നൽകി. വേദനാജനകമായ ഒരു സംഭവമാണ് ഇവിടെ ഉണ്ടായത്. ഈ സംഭവത്തെ പറ്റിയുള്ള ഒരു ശരിയായ അന്വേഷണം അനിവാര്യമാണ് എന്നാണ് എന്റെ വിശ്വാസം. ഏതായാലും ആരോഗ്യമന്ത്രിയുമായി ചർച്ച ചെയ്ത് ഈ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാകും. മെയ്തർ ഈഗിൾസ് FC പന്തോളം സമർപ്പിക്കുന്നത് മെയ്തർ ഈഗിൾസ് FC കേരള. ലോകകപ്പിൽ 3-ാം സ്ഥാനത്തുള്ളവർക്കായുള്ള മത്സരം നാളെ നടക്കും. പുലർച്ചെ 2:30 മയാമിയിലാണ് ഫ്രാൻസും ഇംഗ്ലണ്ടും തമ്മിലുള്ള പോരാട്ടം. ടൂർണമെന്റിലെ ഏറ്റവും മികച്ച 2 ലോകോത്തര ടീമുകൾ തമ്മിലുള്ള ആവേശകരമായ പോരാട്ടമാണെന്ന പ്രത്യേകതയും ഈ മത്സരത്തിനുണ്ട്. സെമി ഫൈനലിൽ കാലിടറി വീണ ഫ്രാൻസും ഇംഗ്ലണ്ടും തമ്മിൽ 3-ാം സ്ഥാനക്കാർക്ക് വേണ്ടിയുള്ള ലൂസേഴ്സ് ഫൈനൽ ഏറ്റുമുട്ടുമ്പോൾ ആവേശം ഒട്ടും കുറയില്ല. ബ്രോൺസ് ഫൈനൽ എന്ന് വിളിക്കുന്ന ഈ മത്സരം ഇരു ടീമുകൾക്കും തങ്ങളുടെ അന്തസ്സ് വീണ്ടെടുക്കാനുള്ള അവസരമാണ്. മയാമിയിൽ നടക്കുന്ന മത്സരം ഇന്ത്യൻ സമയം പുലർച്ചെ 2:30-നാണ്.
ടൂർണമെന്റിൽ മികച്ച ഫോമിലായിരുന്ന ഫ്രാൻസിനെ സെമിയിൽ സ്പെയിൻ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് തോൽപ്പിച്ചത്. കഴിഞ്ഞ ലോകകപ്പിലെ ഫൈനലിസ്റ്റുകളായിരുന്നു ഫ്രാൻസ്. 1966 ശേഷം ആദ്യ കിരീടം ലക്ഷ്യമിട്ടെത്തിയ ഇംഗ്ലണ്ടിന് അർജന്റീനയ്ക്കെതിരെയാണ് അടിതെറ്റിയത്. ഫ്രാൻസിന്റെ 4ാം ലൂസേഴ്സ് ഫൈനലാണ്. 1958, 1982, 1986 ലോകകപ്പുകളിലാണ് ഇതിനു മുൻപ് ലൂസേഴ്സ് ഫൈനലിൽ കളിച്ചത്. ടൂർണമെന്റിലെ ഏറ്റവും മികച്ച 2 ലോകോത്തര ടീമുകൾ തമ്മിലുള്ള ആവേശകരമായ പോരാട്ടമാണിത് എന്നൊരു പ്രത്യേകതയുമുണ്ട്. ഈ മത്സരം ആദ്യമായി അവതരിപ്പിച്ചത് 1934 ഇറ്റലിയിൽ വെച്ച് നടക്കുന്ന 2ാമത്തെ ലോകകപ്പിലാണ്. ഈ മത്സരം വെറുമൊരു പ്രദർശന മത്സരമല്ല, മറിച്ച് ഒരു ഔദ്യോഗിക ലോക മത്സരമായതിനാൽ ഇതിൽ കളിക്കാർ നേടുന്ന ഗോളുകൾ ടൂർണമെന്റിലെ ഏറ്റവും ഉയർന്ന ഗോൾ വേട്ടക്കാരനുള്ള ഗോൾഡൻ ബൂട്ട് പുരസ്കാരത്തിനായുള്ള ഔദ്യോഗിക കണക്കിൽ ഉൾപ്പെടുത്തുമെന്നതും ശ്രദ്ധേയമാണ്. നാളെ നടക്കുന്ന മത്സരവും ഈ വർഷത്തെ ഗോൾഡൻ ബൂട്ട് വിജയം നിർണ്ണയിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കും. നിലവിൽ അർജന്റീനയുടെ ലയണൽ മെസ്സി 8 ഗോളുകളും 4 അസിസ്റ്റുകളുമായി ഒന്നാമതാണ്. എന്നാൽ ഫ്രാൻസിന്റെ കിലിയൻ എംബാപ്പെ 8 ഗോളുകളും 3 അസിസ്റ്റുകളുമായി മെസ്സിക്ക് തൊട്ടു പിന്നിലുണ്ട്. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്. ഏറ്റവും പുതിയതായി പുറത്തുവരുന്ന ഒരു വാർത്തയിലേക്കാണ്. PSC പരീക്ഷയുടെ ചോദ്യപേപ്പർ മാറി നൽകിയിരിക്കുന്നു. പരീക്ഷ മാറ്റിവെച്ചു. ആലപ്പുഴ ലജ്നത്ത് സ്കൂളിൽ നടന്ന പരീക്ഷയിലാണ് ചോദ്യപേപ്പർ മാറിയത്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി അജയ് നാഥ് ചേരുകയാണ്. അജയ്, PSC വലിയ രീതിയിൽ തന്നെ ഈ പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട വിമർശനവും അന്വേഷണവും ഒക്കെ നേരിടുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ചോദ്യപേപ്പർ മാറി നൽകിയെന്ന വാർത്ത പുറത്തുവരുന്നു. ഇപ്പോൾ പരീക്ഷ റദ്ദാക്കിയിട്ടുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ. സ്വപ്ന, PSC അങ്ങനെ വീണ്ടും വിവാദത്തിലായിരിക്കുകയാണ്. പാലക്കാടും ആലപ്പുഴയിലുമാണ് സമാനമായ രീതിയിൽ ഇത്തരത്തിൽ PSC ചോദ്യപേപ്പർ മാറി നൽകിയിട്ടുള്ളത്. ആലപ്പുഴ ലജ്നത്ത് സ്കൂളിൽ നടന്ന പരീക്ഷയിലാണ് ഇത്തരത്തിൽ ഒരു ക്രമക്കേട് ഉണ്ടായിട്ടുള്ളതെന്നുള്ളതാണ്. വിവിധ വകുപ്പുകളിലേക്കുള്ള പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് മാറി നൽകിയിട്ടുള്ളത്. പക്ഷേ അധികൃതർ പറയുന്നത് സാങ്കേതിക കാരണങ്ങളാൽ പരീക്ഷ റദ്ദാക്കിയെന്നാണ്. നിലവിൽ പരീക്ഷ നിർത്തിവെച്ചിരിക്കുകയാണ്. പരീക്ഷ മാറ്റി വെച്ചിട്ടുണ്ട് നിലവിൽ. പക്ഷേ അധികൃതർ സൂചിപ്പിക്കേണ്ടത് സാങ്കേതിക കാരണങ്ങൾ പരീക്ഷ റദ്ദാക്കി എന്നുള്ള കാര്യമാണ്. നിരവധിയായിട്ടുള്ള വിദ്യാർത്ഥികളാണ് ഈ പരീക്ഷയിൽ പങ്കെടുത്തിട്ടുള്ളത്. എന്തായാലും ലജ്നത്ത് സ്കൂളിൽ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുള്ള വലിയ പ്രതിഷേധം കൂടി ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ്. PSC വീണ്ടും ഒരിക്കൽ കൂടി ഒരു കുരുക്കിലേക്ക് എത്തുന്നു, വിവാദത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അപ്പോൾ പോലും ഒരു ഈ വിഷയങ്ങളെല്ലാം പരിഹരിക്കുന്ന തരത്തിലേക്കുള്ളൊരു ഇടപെടൽ PSCയുടെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായിട്ടുള്ള കാര്യം. നിരവധിയായിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണ് ഇപ്പോൾ പരീക്ഷ മാറ്റിവെച്ചതുപോലും ദുരിതത്തിലായിരിക്കുന്നത്. ആലപ്പുഴയിലും പാലക്കാടും ഇത്തരത്തിൽ PSCയുടെ പരീക്ഷാ ചോദ്യപേപ്പർ മാറി നൽകിയെന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. പരീക്ഷ മാറ്റിവെച്ചു. സാങ്കേതിക വിശദീകരണമാണ് ഇക്കാര്യത്തിൽ. സാങ്കേതികത്വമാണ് PSC പറയുന്നത് എങ്കിൽ കൂടിയും എവിടെയാണ് വീഴ്ച സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് വരും മണിക്കൂറുകൾ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. അജയാണ് വിവരങ്ങൾ നൽകിയത്. റിപ്പോർട്ടോടുകൂടി വാർത്ത പൂർത്തിയാവുകയാണ്. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ തുടരും. നമസ്കാരം.